ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കെം ലേണേഴ്സ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മോൺസാൻഡോ അസറ്റിക് ആസിഡ് സിന്തസിസ്. അപ്പോൾ അസറ്റിക് ആസിഡിനെ സിന്തസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റലിറ്റിക് സൈക്കിളിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് തന്നെ എത്താം. അപ്പം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്നത് കൊണ്ട് ഇതൊരു കാറ്റലിറ്റിക് സൈക്കിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു അസിറ്റിക് ആസിഡ് സിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മോൺസാൻഡ് അസിറ്റിക് ആസിഡ് പ്രോസസ്സിൽ കുറേ റിയാക്ഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിലിപ്പം ഓക്സിഡേറ്റീവ് അഡിക്ഷൻ നടക്കുന്നുണ്ട്. എന്താ ഓക്സിഡേറ്റീവ് അഡിഷൻ? ഓക്സിഡേറ്റീവ് അഡിഷൻ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 യൂണിറ്റ്സ് ആയിട്ട് കൂടാം. റിഡക്റ്റീവ് എലിമിനേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതായത് ഓക്സിഡേറ്റീവ് അഡീഷൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 യൂണിറ്റ്സ് കുറയാം. പിന്നെ അങ്ങനെ ഒത്തിരി സ്റ്റെപ്സുകൾ നടന്നിട്ട് തിരിച്ച് അത് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന ഒരു റിയാക്ഷനെയാണ് നമ്മൾ ഈ മോൺസാൻഡ് അസിറ്റിക് ആസിഡ് പ്രോസസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാറ്റലിറ്റിക് സൈക്കിളിലൂടെ എങ്ങനെ നമുക്ക് അസിറ്റിക് ആസിഡ് സിന്തസൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം മോൺസാൻഡ് അസിറ്റിക് ആസിഡ് സിന്തസിസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൽ കാറ്റലിറ്റിക് സൈക്കിളിലേക്ക് കടക്കുന്നതിന് മുൻപ് അതെങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻസ്, അതായത് സിംഗിൾ സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് നമ്മൾ അസിറ്റിക് ആസിഡ് സിന്തസൈസ് ചെയ്യുന്നത് ഫ്രം മെത്തനോളിൽ നിന്നും, അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർബൺ മോണോക്സൈഡും 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജനും കൂടിയിട്ട് റിയാക്ട് ചെയ്യുന്നു. അത് റിയാക്ട് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ ഓക്സൈഡ് അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ്, അങ്ങനത്തെ ഒരു മെറ്റൽ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടന്നിട്ട് അതിൽ നിന്നും CH3OH മെത്തനോള് സിന്തസൈസ് ചെയ്തെടുക്കുന്നു. ആ മെത്തനോള് പിന്നീട് റിയാക്ട് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡുമായിട്ടും റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് RHCO2 I2-. ഇത് റോഡിയം കാറ്റലിസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ട് അതിൽ നിന്നും CH3COOH അതായത് അസറ്റിക് ആസിഡ് സിന്തസൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്കിതിൻ്റെ കാറ്റലിറ്റിക് സൈക്കിളിലേക്ക് പോവാം. അപ്പം കാറ്റലിറ്റിക് സൈക്കിളാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. കാറ്റലിറ്റിക് സൈക്കിളിന് നമുക്ക് വേണ്ട കാറ്റലിസ്റ്റ് ഉണ്ടല്ലോ, അത് വന്നിട്ട് ഈ കാറ്റലിസ്റ്റാണ്, അതായത് റോഡിയം കാറ്റലിസ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അതായത് RHCO2 I2-. ഇതാണ് കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റാണ് ഇവിടെ, അതായത് മോൺസാൻഡ് അസിറ്റിക് ആസിഡ് പ്രോസസ്സിൽ വരുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് റോഡിയത്തിൻ്റെ കാറ്റലിസ്റ്റാണ്, അതായത് RHCO2 I2-. അപ്പോൾ ഈ കാറ്റലിസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നത് ഒരു ആൽക്കൈലേഷൻ സ്റ്റെപ്പാണ്. ആൽക്കൈലേഷൻ വന്നിട്ട് CH3I ആഡ് ചെയ്യപ്പെടാണ് ചെയ്യുന്നത്. CH3I എന്ന് പറയുമ്പോൾ എന്താ? മീഥൈൽ അയോഡൈഡ്, അതായത് ഒരു ആൽക്കൈൽ അയോഡൈഡ് അഡീഷൻ നടക്കുന്നു. ഇതൊരു ഓക്സിഡേറ്റീവ് അഡീഷൻ സ്റ്റെപ്പാണ്. അപ്പോൾ ഇങ്ങനെ അഡീഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ CH3 ഇവിടെ വരും, നെക്സ്റ്റ് RH, പിന്നെ CO2 I2 അല്ല വരാം I3 ആണ്, കാരണം ഇവിടെ I2 ഉണ്ട്, പിന്നെ ഇതിലത്തെ ഐയും കൂടിയും ചേർന്നിട്ട് എന്ത് വരും? I3 എന്ന് വരും, I3-. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈഗ്രേഷൻ സ്റ്റെപ്പാണ്. ആ മൈഗ്രേഷൻ സ്റ്റെപ്പ് ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു ലൂപ്പ് പോലെ അങ്ങനെയാണ് മൈഗ്രേറ്ററി സ്റ്റെപ്പ് കാണിക്കാം. ആ സ്റ്റെപ്പിൽ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു CO2 ഉണ്ടല്ലോ, ഈ CO വന്നിട്ടും ഇങ്ങോട്ട് വരും, അതായത് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെ വരും? അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. CH3 ഈ ഒരു CO ആണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ CH3C ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ, അതായത് നമ്മൾ CO എപ്പോഴും കാണിക്കുമ്പോൾ C ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ, ഡബിൾ ബോണ്ടായിട്ടാണല്ലോ COനെ കാണിക്കാം. അപ്പോൾ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്, CO, പിന്നെ RH, പിന്നെ അപ്പോൾ ഇവിടെ നിന്ന് ഒരു CO ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു, എവിടേക്ക്? ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ അവിടേക്ക്, അതാണിത്. അപ്പോൾ ബാക്കി എന്തുണ്ട്? ഒരു CO ഉണ്ട്. അപ്പോൾ ആ CO ഇങ്ങനെ കാണിച്ചു. നെക്സ്റ്റ് എന്തുണ്ട്? I3-. ബാക്കിയൊക്കെ അതേപടി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു CO പോയില്ലോ, ഒരു CO ഇങ്ങോട്ട് വന്ന് മൈഗ്രേറ്റ് ചെയ്തു, പോവല്ല ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു CO കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു COനെ അവിടേക്ക് ആഡ് ചെയ്യണം.
നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ഒരു CO ആഡ് ചെയ്യും. അങ്ങനെ ഒരു COനെ ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും നോക്കൂ, CH3, ഇവിടെ C ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ, ഓക്കെ. നെക്സ്റ്റ് RH, അതും കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് ഒരു COനെ ആഡ് ചെയ്തു, പഴയ പോലെ CO2 എന്നായി, ഓക്കെ. നെക്സ്റ്റ് I3-, ഇത് ഇങ്ങനെ വന്നു. ഇനി ഇവിടെ നിന്നും ഇതുണ്ടാവണം. അപ്പോൾ നമ്മൾ നോക്കും, ഇവിടെ RH ഉണ്ട്, ഓക്കെ, ഇതിലും RH ഉണ്ട്, CO2 ഉണ്ട്, അത് ഇതിലും ഉണ്ട്. ഇവിടെ I3 ആണ്, ഇവിടെ I2 ഉള്ളൂ. അപ്പോൾ ഒരു I കൂടുതലാണ്, പിന്നെ ഈ ഗ്രൂപ്പും കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു പാർട്ടും ഇവിടുത്തെ ഒരു ഐനെയും കൂടിയിട്ട് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ്, അതാണ് ഇവിടെ റിഡക്റ്റീവ് എലിമിനേഷനാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. RE എന്ന് ജസ്റ്റ് ഡിനോട്ട് ചെയ്യാം, അതായത് റിഡക്റ്റീവ് എലിമിനേഷൻ. ഇവിടെ ഓക്സിഡേറ്റീവ് അഡീഷൻ OA, ഓക്സിഡേറ്റീവ് അഡീഷൻ. ഇവിടെ റിഡക്റ്റീവ് എലിമിനേഷൻ RE. എലിമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ ഗ്രൂപ്പ് പോവും, CH3, C ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ, ഓക്കെ. ബാക്കി എന്തുണ്ട്, ഇവിടെ നിന്ന് ഒരു I ഉണ്ട്, അതും കൂടി എലിമിനേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് വന്നിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം H+ഉം OH- ആണല്ലോ. അപ്പോൾ ഇത് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ H+, അതായത് H+ എന്ത് ചെയ്യും, അയോഡിൻ I- എന്നാണല്ലോ നമ്മളെപ്പോഴും ഡിനോട്ട് ചെയ്യുക. അപ്പോൾ I- റിയാക്ട് ചെയ്തിട്ട് HI അവിടെ ഫോം ചെയ്യും. ബാക്കി എന്തുണ്ട്, ഇവിടുത്തെ OH- ഉണ്ട്, ഈ ഒരു ഗ്രൂപ്പും ഉണ്ട്. അതെന്ത് ഫോം ചെയ്യും, CH3, C ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ, ഓക്കെ. ബാക്കി ഇവിടുത്തെ OH കൂടി ചേർന്നിട്ട് അസറ്റിക് ആസിഡ് സിന്തസൈസ് ചെയ്യും. ബാക്കി ഈ HI ഉണ്ടല്ലോ, ഈ HI എന്തുണ്ടാവും, ഇതിൽ നിന്നും ഈ CH3 I ആയിട്ട് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അത് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യണം. അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, HI എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യുന്നത് മെത്തനോളുമായിട്ട് റിയാക്ട് ചെയ്ത് നിൽക്കും. മെത്തനോൾ CH3OH മെത്തനോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നോക്കും, ഇതിൽ നമുക്ക് HIയിൽ നിന്ന് CH3I ആണ് ഉണ്ടാക്കണം. അപ്പോൾ അതിൽ നിന്നും എന്തുണ്ട്, അതായത് CH3, ഓക്കെ, അത് ഇതിൽ വന്നിട്ടുണ്ട്, ഇതിലത്തെ Iയും ഇതിലുണ്ട്. ബാക്കി എന്തുണ്ട്, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടുത്തെ OH ഉണ്ട്, അത് രണ്ടും കൂടി ചേർന്നിട്ട് HOH, അതായത് എന്ത്, വാട്ടർ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CH3Iയിലേക്ക് അത് എത്തും. അപ്പം റിയാക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്തിട്ട് അതൊരു സൈക്കിൾ പോലെ ടേക്ക് പ്ലേസ് ചെയ്യുന്നു. അസറ്റിക് ആസിഡിനെ സിന്തസൈസ് ചെയ്യുന്നു. ബാക്കി എലിമിനേറ്ററി സ്റ്റെപ്പിലൂടെ നമുക്ക് ആവശ്യമില്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. തിരിച്ചത് അതിൻ്റെ ഒറിജിനൽ സ്റ്റെപ്പിലേക്ക് എത്തുന്നു. ഇതാണ് റിയാക്ഷൻ. അപ്പം മോൺസാൻഡ് അസറ്റിക് ആസിഡ് സിന്തസിസ് വരുന്നത് ഇങ്ങനത്തെ സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ കാറ്റലിറ്റിക് സൈക്കിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഇപ്പം കൂടുതൽ മാർക്കിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പിലും എന്താണ് ടേക്ക് പ്ലേസ് ചെയ്യണമെന്ന് താഴെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് എടുത്ത് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറയുക റോഡിയം കാറ്റലിസ്റ്റാണ് ഇതിന് വേണ്ടത്. ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് RHCO2 I2- ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തുണ്ടാവണമെന്ന് പറയാം. അതായത് ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് കാണിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ആൽക്കൈൽ അയോഡൈഡ് ആഡ് ചെയ്യപ്പെടാണ് ചെയ്യണം, ഓക്സിഡേറ്റീവ് അഡീഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തുണ്ടാവുന്നു, മൈഗ്രേറ്ററി സ്റ്റെപ്പാണ്. അപ്പോൾ മൈഗ്രേഷൻ ടേക്ക് പ്ലേസ് ചെയ്തിട്ട് നടന്ന് അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന പ്രൊഡക്റ്റ് പറയുന്നു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി എന്ന് പറയാം. തേർഡ് സ്റ്റെപ്പിൽ എന്തുണ്ടായി, CO ആഡ് ചെയ്തു. CO ആഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി എന്ന് പറയാം. പിന്നത്തെ സ്റ്റെപ്പിൽ അതായത് ഒറിജിനൽ കാറ്റലിസ്റ്റ് സിന്തസൈസ് ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടി റിഡക്റ്റീവ് എലിമിനേഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നു ഫോർത്ത് സ്റ്റെപ്പിൽ. അപ്പോൾ എന്താണ് അതിൽ നിന്നും എലിമിനേറ്റ് ചെയ്തത്, CH3 C ഡബിൾ ബോണ്ട് ഓക്സിജൻ I ആണ്. അപ്പോൾ CH3 CO Iനെ എലിമിനേറ്റ് ചെയ്തു. പിന്നീട് അത് വന്നിട്ട് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്തുണ്ടാവുന്നു, വാട്ടർ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് അസറ്റിക് ആസിഡ് സിന്തസൈസ് ചെയ്യുന്നു, HI ഫോം ചെയ്യുന്നു. ആ HI എന്ത് ചെയ്യുന്നു, സിക്സ്ത് സ്റ്റെപ്പിലെ HI എന്ത് ചെയ്യുന്നു, മെത്തനോളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു, CH3I കിട്ടുന്നു. അപ്പം ഇങ്ങനെ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് റിയാക്ഷൻസ് എഴുതാനായിട്ട് പറ്റും. സ്റ്റെപ്സ്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തുണ്ടാവണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തുണ്ടാവണം,
അങ്ങനെ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് അഡീഷണലായിട്ട് നമുക്കൊന്ന് എഴുതി വെക്കാമെന്നുള്ളൂ, കൂടുതൽ മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ കാറ്റലിറ്റിക് സൈക്കിൾ, എന്തായാലും കാറ്റലിറ്റിക് സൈക്കിൾ വരയ്ക്കാം, പിന്നീട് ഓരോ സ്റ്റെപ്സും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ ഇതിലുണ്ടാവുന്നത് ഓക്സിഡേറ്റീവ് അഡീഷനാണ്, മൈഗ്രേറ്ററി സ്റ്റെപ്പാണ്, CO അഡീഷനാണ്, റിഡക്റ്റീവ് എലിമിനേഷനാണ്. അങ്ങനെ ഓരോ സ്റ്റെപ്പും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റും എന്താണ് അവിടെ അഡീഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ റിഡക്റ്റീവ് എലിമിനേഷനിലൂടെ വരുന്നത്, എന്താണ് മൈഗ്രേറ്ററി സ്റ്റെപ്പിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, അങ്ങനെ ഓരോ സ്റ്റെപ്സിനും എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ മോൺസാൻറ്റോ അസിറ്റിക് ആസിഡ് സിന്തസിസ് ആയി.